ഫ്രണ്ട്സ് DSSBയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒട്ടനവധി വാക്കൻസികളുണ്ട്. ഏകദേശം 1500 മുകളിലുള്ള വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒട്ടനവധി കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ബിയും കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വെറ്റിനറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടൽ വാക്കൻസി 52 വാക്കൻസിയാണ്. ദെൻ നിങ്ങൾക്ക് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് വിളിച്ചിട്ടുണ്ട്, 1 വാക്കൻസിയാണ്. ദെൻ സെയിൽസ്മാൻ ഗ്രേഡ് 1 20 വാക്കൻസി, ജനറൽ കറസ്പോണ്ടൻസ് അസിസ്റ്റൻറ്റ് 3 വാക്കൻസി, സ്റ്റോർ കീപ്പർ 9 വാക്കൻസി, ദെൻ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ക്യാഷ്യർ 19 വാക്കൻസി, ദെൻ PGT നിങ്ങൾക്ക് ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പം 3 വാക്കൻസി. PGT എന്ന് പറയുന്നതൊക്കെ ടീച്ചിങ് പോസ്റ്റുകളാണ്. PGT ഇംഗ്ലീഷ് വിളിച്ചിട്ടുണ്ട് 9 വാക്കൻസി, PGT സംസ്കൃതം വിളിച്ചിട്ടുണ്ട് 3 വാക്കൻസി, PGT മ്യൂസിക് വിളിച്ചിട്ടുണ്ട് 1 വാക്കൻസി, PGT പെയിൻറ്റിങ് വിളിച്ചിട്ടുണ്ട് 6 വാക്കൻസി. ഓക്കെ, ഇതിന് അടുത്തത് അസിസ്റ്റൻറ്റ് ആർക്കിടെക്ട് നിങ്ങൾക്ക് 5 വാക്കൻസി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹോർട്ടിക്കൾച്ചറിൽ 4 വാക്കൻസി, ചെയർ സൈഡ് അസിസ്റ്റൻറ്റിൽ 8 വാക്കൻസി, ഡെൻ്റൽ മെക്കാനിക്ക് 2 വാക്കൻസി, ദെൻ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ആണ് 5 വാക്കൻസി, ദെൻ നിങ്ങൾക്ക് ECG ടെക്നീഷ്യൻ 4 വാക്കൻസി, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് 2 വാക്കൻസി, വെൽഡർ 2 വാക്കൻസി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ 13 വാക്കൻസി, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 37 വാക്കൻസി, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ 46 വാക്കൻസി, BCG ടെക്നീഷ്യൻ 4 വാക്കൻസി, അസിസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ 18 വാക്കൻസി, ദെൻ അസിസ്റ്റൻറ്റ് സാനിറ്ററി ഇൻസ്പെക്ടർ 342 വാക്കൻസി, ദെൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D 188 വാക്കൻസി, കെയർ ടേക്കർ മെയിൽ 84 വാക്കൻസി, ദെൻ കെയർ ടേക്കർ ഫീമെയിൽ 64 വാക്കൻസി, ദെൻ ഹൗസ് ഫാദർ ഓർ മെയ്ട്രൻ ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക 40 വാക്കൻസി, അതുപോലെ തന്നെ ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് 26 വാക്കൻസി. ദെൻ നഴ്സിംഗ് ഓർഡർലി നിങ്ങൾക്ക് 4 വാക്കൻസി, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ മെയിലിൽ 2 വാക്കൻസി, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഫീമെയിലിന് 2 വാക്കൻസി, ദെൻ ഇൻവെസ്റ്റിഗേറ്റർ 10 വാക്കൻസി. ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ 8 വാക്കൻസി, ദെൻ ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് 7 വാക്കൻസി, ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങൾക്ക് 10 വാക്കൻസി, ഇൻസ്പെക്ടിംഗ് ഓഫീസർ നിങ്ങൾക്ക് 5 വാക്കൻസി, ഇൻസ്ട്രക്ടർ സിവിൽ ഡിഫൻസ് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 15 വാക്കൻസി, ലബോറട്ടറി അറ്റൻഡൻറ്റ് 1 വാക്കൻസി, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 5 വാക്കൻസി, ദെൻ സാമ്പിൾ കാരിയർ നിങ്ങൾക്ക് 5 വാക്കൻസി, ദെൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിസ്ട്രി 1 വാക്കൻസി, അസിസ്റ്റൻറ്റ് ആർക്കിയോളജിസ്റ്റ് 4 വാക്കൻസി, ലേബർ ഓഫീസർ 1 വാക്കൻസി, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ 9 വാക്കൻസി, ലൈബ്രറിയൻ 15 വാക്കൻസി, TGT കമ്പ്യൂട്ടർ സയൻസ് 55 വാക്കൻസി, ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ 145 വാക്കൻസി ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 20 വാക്കൻസി, ജൂനിയർ അസിസ്റ്റൻറ്റ് 3 വാക്കൻസി, ജൂനിയർ ലബോറട്ടറി അനലിസ്റ്റ് നിങ്ങൾക്ക് 4 വാക്കൻസി, ദെൻ അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനർ 5 വാക്കൻസി, ദെൻ ആമർ നിങ്ങൾക്ക് 1 വാക്കൻസി, ദെൻ പ്രോഗ്രാമർ 5 വാക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജർ അക്കൗണ്ട്സ് 26 വാക്കൻസി, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് 54 വാക്കൻസി, പേഴ്സണൽ അസിസ്റ്റൻറ്റ് 4 വാക്കൻസി, പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹിന്ദി 1 വാക്കൻസി, ജൂനിയർ എൻവയൺമെൻറ്റൽ എഞ്ചിനീയർ 35 വാക്കൻസി, ഫാർമസിസ്റ്റ് 2 വാക്കൻസി, ഫീൽഡ് ക്ലർക്ക് 5 വാക്കൻസി, ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ് 4 വാക്കൻസി, വാക്സിനേറ്റർ 6 വാക്കൻസി. അങ്ങനെ ആകെ മൊത്തം നമുക്ക് 1499 വാക്കൻസിയാണ്. വേക്കൻസി കൂടാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റിസർവ്ഡ് വാക്കൻസികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് SC ST OBC കാൻഡിഡേറ്റ്സ്. അപ്പം ഇപ്പോൾ DSSBയിലേക്ക് ആയതുകൊണ്ട് തന്നെ OBC കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയും, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് NCT ഓഫ് ഡൽഹിയുടെ കീഴിൽ വരുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ വിവിധ ഓട്ടോണോമസ് അതുപോലെ ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കായിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. പെർമനൻറ്റ് വാക്കൻസിയാണ്. അപ്പം ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെല്ലാം വിശദമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കാരണം ഓരോന്നിൻ്റെയും പറയണം നമുക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഇത്തരം വീഡിയോസൊക്കെ ഇടാൻ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും വേണം. നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പോസ്റ്റ് കോഡാണ്. പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 9/24. ദെൻ ഇതിൻ്റെ നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് വെറ്റിനറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. ആദ്യത്തെ നമ്മൾ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അനിമൽ ഹസ്ബൻഡറി യൂണിറ്റ് ആണ്. ഇനി ഇതിൻ്റെ വേക്കൻസി ഇതാ ടോട്ടൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി SC ST OBC ഒക്കെ വേക്കൻസി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണരുത്. ഏത് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും സ്കിപ്പ് ചെയ്ത് കാണരുത്. പ്രത്യേകമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് ഇരുന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 ഏത് സ്ട്രീമിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ് 2 ഇയർ ഡ്യൂറേഷനുള്ള വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയുള്ള ഡിപ്ലോമ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ +2ൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ കോഴ്സുകളൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിൽ അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് 18 to 27 ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഗവൺമെൻറ് റൂൾ പ്രകാരം കേട്ടോ. SC ആണെങ്കിൽ 5 വർഷം ഉണ്ടായിരിക്കും. പിന്നെ OBCൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിനടുത്ത് പോസ്റ്റ് കോഡ് 10/24 ഇത് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആണ് ഇതിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ജസ്റ്റ് 10th നിങ്ങൾക്ക് പാസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 18,000 മുതൽ 56,900 സ്കെയിൽ വരുന്നത്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഓക്കെ, 18 to 27 ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഈ പോസ്റ്റിലേക്ക് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കില്ല, കാരണം ഇത് ജനറൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC, SC, ST, ഇനി ജനറൽ, EWS ഏത് കാൻഡിഡേറ്റ്സും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ആർക്കും എന്താണ് ഏജ് റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജനറൽ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. OBCക്ക്, SC, ST, EWSനൊന്നും റിസർവ് വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏജ് അതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ആയിരിക്കണം. ഇതിനടുത്തത് പോസ്റ്റ് കോഡ് വരുന്നത് 11/24 സെയിൽസ്മാൻ ഗ്രേഡ് 1 ആണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എനി ഡിസിപ്ലിനിലുള്ള ഗ്രാജുവേഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BA, BCom, BSc, BBA, നിങ്ങൾക്ക് ഇനി BE or BTech എനി ഗ്രാജുവേഷനാണ്. ഓക്കെ, ഇതിന് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 27ൻ്റെ ഉള്ളിൽ ആയിരിക്കണം എന്നുള്ളതാണ്. മിനിമം 18, മാക്സിമം എന്താണ് 27 കഴിയാൻ പാടില്ല കേട്ടോ. ഏജ് ലിമിറ്റ് 27 കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ്റെ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണത്. ഇതിനടുത്ത് പോസ്റ്റ് കോഡ് വരുന്നത് 12/24 ഇതിൽ ജനറൽ കറസ്പോണ്ടൻസ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ തന്നെയാണ്. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. അപ്പം ഗ്രാജുവേഷൻ വെച്ചിട്ടുള്ള വിവിധ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്. +2 വെച്ചിട്ടുണ്ട്, SSLC വെച്ചിട്ടുണ്ട്, IT വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ പറയും കേട്ടോ. ഓക്കെ, അപ്പം ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. 27 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിലൊക്കെ നിശ്ചിത SC ST ആണെങ്കിൽ റിസർവേഷനൊക്കെ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത പോസ്റ്റ് കോഡ് 13/24 ഇത് സ്റ്റോർ കീപ്പർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷനാണ്. എനി ഡിസിപ്ലിനിലെ ഗ്രാജുവേഷനാണ്. നിങ്ങൾക്ക് BO, BCom, BSc, ദെൻ BBA, ദെൻ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന BE, BTech അതുപോലെയുള്ള ഏതെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. നിങ്ങൾ എന്താണ് 18 to 27 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഇതിനടുത്തത് 14/24 അക്കൗണ്ട് അസിസ്റ്റന്റ് കം ക്യാഷ്യർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ BCom നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന ടാലിയും അതുപോലെ ഫൈനാൻസ് പാക്കേജിലൊക്കെ ഉള്ള കുറച്ച് എന്താണ് അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിലുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെ 2 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 27 ആണ്. ഇതിനടുത്ത് 15/24 ഇത് PGT, ഇതൊക്കെ ടീച്ചിങ് പോസ്റ്റുകളാണ് കേട്ടോ. ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും BE or BTech ഇവിടെ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ ഏതെങ്കിലും BE or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസും വേണ്ട. MCA, MSc കമ്പ്യൂട്ടർ സയൻസ് ഒരു ഇൻഫർമേഷൻ അതുപോലെ മാസ്റ്റർ ഇൻ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് MSc മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ BSc അതിൻ്റെ കൂടെ നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ BCA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ ITയിലോ 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ B ലെവൽ സർട്ടിഫിക്കറ്റിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന ഗ്രാജുവേഷനും അതോടൊപ്പം ഈ പറയുന്ന BEd ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 18 to 32 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് പോസ്റ്റ് കോഡ് 16/24 PGT ഇംഗ്ലീഷ് ആണ്. ഇതിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി അതായത് ഇംഗ്ലീഷിലുള്ള ബിരുദാനന്തര ബിരുദം PG കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ എന്താണ് BEdും കൂടെ വേണം കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ BEd ഒഴിവാക്കിയിട്ട് PhD അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ BEd വേണ്ട, ജസ്റ്റ് PGയും ഈ പറയുന്ന PhD ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസും വേണ്ട അതിലേക്ക്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 36 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അടുത്ത് PGT സംസ്കൃതം അതൊക്കെ ടീച്ചിങ് പോസ്റ്റാണ് നിങ്ങൾ നോക്കട്ടോ. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അതിൽ PG ഉണ്ടായിരിക്കണം സംസ്കൃതത്തിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് BEd ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണ് 18 to 36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത്
18 to 24 ഇത് PGT മ്യൂസിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MA മ്യൂസിക് അങ്ങനെയൊക്കെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താണ് 10 years എക്സ്പീരിയൻസ് വേണം കേട്ടോ, ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം. ദെൻ അടുത്തത് നമുക്ക് 19-24 ഇത് PGT പെയിൻറ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഇൻ ഫൈൻ ആർട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ഇതുപോലെ ഈ പറയുന്ന ക്വാളിഫിക്കേഷന് ശേഷം ഒരു 5 വർഷത്തെ ഡിപ്ലോമ ഫൈൻ ആർട്ടിൽ ആൻഡ് പെയിൻറ്റിംഗ് ഡ്രോയിങ് ഇതിലൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ്. ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. 18 to 36 ഇതിന് അടുത്തത് 20 to 20/24 അസിസ്റ്റൻറ്റ് ആർക്കിടെക്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിലുള്ള ഡിഗ്രിയാണ്, ബിരുദമാണ്. അറ്റ്ലീസ്റ്റ് 3 year എക്സ്പീരിയൻസ് വേണം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 32 വയസ്സ് കഴിയാൻ പാടില്ല. അടുത്ത 21 to 21/24 അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇതിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിലുള്ള ബിരുദാനന്തര ബിരുദമാണ്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഇതിനോടൊപ്പം 3 year എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ല നിങ്ങൾക്ക് ഡിഗ്രി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിൽ 30 വയസ്സ് കഴിയാൻ പാടില്ല ഏജ് ലിമിറ്റ്. 22/24 ഇതിൽ നിങ്ങൾക്ക് ചെയർ സൈഡ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 10th class പാസ്സായിരിക്കുക. അതോടൊപ്പം 3 year ഈ പറയുന്ന ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 to 30 ഏജ് ലിമിറ്റ്. 23/24 അടുത്തത് ഡെൻ്റൽ മെക്കാനിക് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10th class വിത്ത് 2 year എക്സ്പീരിയൻസ് ഇൻ പ്രോസറ്റിക് ലബോറട്ടറി വർക്കിലുള്ള എക്സ്പീരിയൻസ് വേണം 2 വർഷത്തെ കേട്ടോ. നിങ്ങളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 20 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 25 to 25/24 ഇതിൽ നിങ്ങൾക്ക് ECG ടെക്നീഷ്യൻ ആണ്. ഇതിൽ 10th class പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ECG മെഷീനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് 18 to 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 26/24 അടുത്ത പോസ്റ്റ് കോഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PG ഡിഗ്രിയാണ്. ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ചിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് PG ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാജുവേഷൻ ലെവലിൽ എന്താണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 18 to 32 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് പോസ്റ്റ് കോഡ് 27/24 വെൽഡറാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വെൽഡർ ട്രേഡിൽ ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഇതിൽ 20 to 32 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് 28/24 അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബോട്ടണി വിത്ത് ഹോർട്ടിക്കൾച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 3 year എക്സ്പീരിയൻസ് വേണം. ഇതിൽ 37 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് 29/24 ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ 10th class ആണ് പാസ്സായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ലബോറട്ടറിയിലുള്ള MLT ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. 37 വേക്കൻസി ഉണ്ട് ഇതിൽ. ഓക്കെ, 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് 30/24 ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസറാണ്. ഇതിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡ് നഴ്സ് വിത്ത് ഹെൽത്ത് വിസിറ്റർ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി A ഗ്രേഡ് നഴ്സ് വിത്ത് ട്രെയിനിങ് ഇൻ പബ്ലിക് ഹെൽത്ത് കഴിഞ്ഞവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. 18 to 32 ഏജ് ലിമിറ്റ് വരുന്നത്. 46 ഒഴിവുണ്ട് ഇതിൽ കേട്ടോ. ഓക്കെ, അടുത്ത 31/24 BCG ടെക്നീഷ്യനാണ്. ഇതിൽ നിങ്ങൾക്ക് 10th class പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ BCG ടെക്നീഷ്യൻ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തുണ്ടായിരിക്കുക. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 32/24 അസിസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആണ്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിരുദം പാസ് ഉണ്ടായിരിക്കുക, അതായത് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് PG ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ സർവീസ്, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമയോ PG ഡിഗ്രിയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബിരുദവും അതിൻ്റെ കൂടെ ബിരുദാനന്തര ബിരുദമായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ സർവീസ്, സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ ഓക്കെ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. 18-27 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത പോസ്റ്റ് കോഡ് 33/24 അസിസ്റ്റൻറ്റ് സാനിറ്ററി ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നമുക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ഉള്ള ഡിപ്ലോമ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 to 27 ഏജ് ലിമിറ്റ്. 34/24 അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും, അതായത് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ 10th class പാസ്സായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 10th class പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്തായിരിക്കണം നമുക്ക് സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം കേട്ടോ. 80 വേർഡ് പെർ മിനിറ്റ് ഇതിൽ ഷോർട്ട് ഹാൻഡിലൊക്കെ നമുക്ക് സ്റ്റെനോഗ്രാഫി അറിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 18 to 27 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത 35/24 ഇതിൽ കെയർ ടേക്കർ മെയിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10th class പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് 6 month ഡ്യൂറേഷനുള്ള എന്താണ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. കെയർ ടേക്കറുകളായിട്ടുള്ള ആ രീതിയിൽ ഓക്കെ എക്സ്പീരിയൻസ് 6 month ഡ്യൂറേഷൻ വേണം. ഇതിലേക്ക് നമുക്ക് 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 36/24 പോസ്റ്റ് കോഡ് കെയർ ടേക്കർ മെയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്.
ഇതിലേക്ക് 10ാം ക്ലാസ് 6 മന്ത് ഡ്യൂറേഷൻ ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കെയർ ടേക്കറിലുള്ള എക്സ്പീരിയൻസ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 37-24 ഇതിൽ ഹൗസ് ഫാദർ മേറ്ററാണ് ഓൺലി മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷനാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, അതായത് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ക്രിമിനോളജി, ഇതൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡറി ലെവലിൽ നമ്മൾ ഈ പറയുന്ന 10ാം ക്ലാസ് ഒക്കെ ലെവലിൽ നമുക്ക് എന്താണ്, നിങ്ങൾ +2 ലെവലിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഒന്ന് നമുക്ക് ഗ്രാജുവേഷൻ വേണം, പിന്നെ നമ്മൾ ഹിന്ദി ഒരു ഈ പറയുന്ന സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഹിന്ദിയൊക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ പൂർത്തിയാക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങൾ വേണ്ട. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 38-24 ഹൗസ് മദറാണ്. ഇതിൽ ഫീമെയിലിനാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഗ്രാജുവേഷൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിമിനോളജി പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കുക. നമ്മൾ സെക്കൻഡറി ലെവലിൽ എന്താണ് ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് അതിൻ്റെ കൂടെ പഠിച്ചിരിക്കണം എന്നുള്ള നമ്മളെ പഠനത്തിൻ്റെ കൂടെ കേട്ടോ. അങ്ങനെയുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ദെൻ 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിന് 39/24 നഴ്സിംഗ് ഓർഡർലി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. 40-24 അടുത്തത് പോസ്റ്റ് കോഡ് ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ് മെയിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വിത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഗ്രാജുവേഷനും അതിൻ്റെ കൂടെ BPEd കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ യോഗ വിത്ത് 55% മാർക്കോട് കൂടി നമുക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ PG അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ നമ്മൾ ഈ പറയുന്ന യോഗ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. 55% മാർക്ക് അതിൽ വേണം. ഇനി അതല്ല ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനും അതോടൊപ്പം 1 വർഷം ഡ്യൂറേഷനുള്ള യോഗ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ യോഗ സ്റ്റഡീസോ യോഗ സയൻസിലുള്ള ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്കും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാജുവേഷനും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് BPEd കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ യോഗയിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി യോഗയിൽ എന്താണ് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 41-24 ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഫീമെയിൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മെയിലിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ, അതേ സെയിം ക്വാളിഫിക്കേഷൻ എന്താ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് മെയിലിൻ്റെതാണ്. ഓക്കെ, അത് ഫീമെയിലിന് അതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏജ് ലിമിറ്റ് 18-27. ഇത് 42-24 ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഇംഗ്ലീഷിൽ 35 വേർഡ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്. ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. ഏതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട, ജസ്റ്റ് +2 പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 43-24 പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സോഷ്യൽ വർക്ക് സോഷ്യോളജി, ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വർക്കിലോ സോഷ്യോളജിയിലോ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം 3 ഇയർ എക്സ്പീരിയൻസും വേണം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. 44-24 അടുത്തത് ഡയറ്റീഷ്യനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോം സയൻസ് അല്ലെങ്കിൽ ഹോം ഇക്കണോമിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസിലുള്ള ആ ഒരു സ്പെഷ്യലൈസേഷനോടുകൂടി നിങ്ങൾ ഈ പറയുന്ന ഹോം സയൻസ് അല്ലെങ്കിൽ ഹോം എക്കണോമിക്സ് ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഹോം സയൻസ് അല്ലെങ്കിൽ ഹോം എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഈ പറയുന്ന ന്യൂട്രീഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിരിക്കണം കേട്ടോ. ദെൻ അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, PG ഡിപ്ലോമയും ഡയറ്ററ്റിക്സിലുള്ള PG ഡിപ്ലോമയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് BSc കഴിഞ്ഞവരാണെങ്കിൽ കേട്ടോ. ദെൻ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് 18-32 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 45-24 ഫിസിയോതെറപ്പിസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഫിസിയോതെറപ്പിയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എസെൻഷ്യൽ ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 18-27 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത 46-24 ഇൻസ്പെക്ടിംഗ് ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ്, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലേബറിലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലുള്ള ആ ഡിഗ്രി ഉണ്ടായിരിക്കുക. അതോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ ഈ പറയുന്നതിൽ ഡിപ്ലോമ ഇൻ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് 18-37 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 47-24 ഇൻസ്ട്രക്ടർ സിവിൽ ഡിഫൻസ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന സിവിൽ ഡിഫൻസ് ഇൻസ്ട്രക്ടർ കോഴ്സ് അല്ലെങ്കിൽ ഓക്സിലറി ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, NCDC നാഗ്പൂർ കണ്ടക്ട് ചെയ്തായിരിക്കണം. അതോടൊപ്പം തന്നെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 4 അതായത് നമ്മുടെ മിലിറ്ററി അല്ലെങ്കിൽ പാരാമിലിറ്ററി അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഹോം ഗാർഡ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ നമുക്ക് മിനിമം ഒരു 2 ആഴ്ച ഡ്യൂറേഷൻ വരുന്ന എന്തെങ്കിലും ട്രെയിനിങ് നമുക്ക് മിനിമം 4 കിട്ടിയാൽ ഒന്നെങ്കിൽ ഫയർ ഫൈറ്റിംഗ്, ഫസ്റ്റ് എയ്ഡ്, റെസ്ക്യൂ, ഇതിൽ 4 നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അറ്റ്ലീസ്റ്റ്
2 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് വേണം കേട്ടോ. ദെൻ 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. 48-24 അടുത്തതിൽ പോസ്റ്റ് കോഡ് വരുന്നത്. ലബോറട്ടറി അറ്റൻഡൻ്റ് ആണ് പോസ്റ്റ് നെയിം. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയോ സീനിയർ സെക്കൻഡറി അതായത് +2 സയൻസ് കഴിഞ്ഞവർക്കും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നമുക്ക് എന്താണ് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് യാതൊരു എക്സ്പീരിയൻസും വേണ്ട കേട്ടോ. ഓക്കെ, 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. 49-24 അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് 2 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്താണ് സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ 5 ഡിഗ്രി കോഴ്സ് ഇൻ ആർക്കിടെക്ചർ ഒക്കെ കഴിഞ്ഞ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ പാസ് അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ളവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ദെൻ അടുത്തത് 18-32 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് 50/24 ആണ്. സാമ്പിൾ കാരിയർ ആണ്. ഇതിൽ പല ക്വാളിഫിക്കേഷനുകൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഒന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് 2 ഇയർ ഡ്യൂറേഷനുള്ള ഡ്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് ഇടയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ 5 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രി കോഴ്സായുള്ള ആർക്കിടെക്ചറിൽ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി 7 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഡിപ്ലോമ കോഴ്സിൽ 3rd ഇയർ എക്സാമിനേഷൻ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എലിമെൻ്ററി കോഴ്സ് ഇൻ ആർക്കിടെക്ചർ ഓഫ് ബോംബെ സ്കൂളിൽ നമ്മൾ വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് എന്താണ് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 18-32 ഏജ് ലിമിറ്റ്. 50/24 സാമ്പിൾ കരിയറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 51-24 ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് കെമിസ്ട്രി. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഫാർമസി അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഡിഗ്രി സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ ഫാർമസിയിലുള്ള ബിരുദം ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ദെൻ അതോടൊപ്പം 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 52-24 അസിസ്റ്റൻറ്റ് ആർക്കിയോളജിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ആർക്കിയോളജിയിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി വിത്ത് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓർ മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി സബ്ജക്റ്റ് ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റായിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആന്ത്രപ്പോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നമ്മൾ സ്റ്റോണേജ് ആർക്കിയോളജി അല്ലെങ്കിൽ അത് ആർക്കിയോളജി സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലീസ്റ്റോസീൻ ജിയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ 53-24 ലേബർ ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്, ലേബർ വെൽഫെയർ ഓർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഏതെങ്കിലും ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വർക്ക്, ലേബർ വെൽഫെയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിക്ക് പറയുന്ന PG ഡിഗ്രിയോ PG ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്താണ് MBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിൽ MBA കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ HR നിങ്ങൾക്ക് ഈ പറയുന്ന MBA കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും LLB കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. 18-35 ഏജ് ലിമിറ്റ്. 54-24 അടുത്ത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിലോ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. 55-24 ലൈബ്രറിയൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഒരു ബിരുദം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈബ്രറി സയൻസിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് 2 വർഷം വേണം. ദെൻ അതിൻ്റെ ഏജ് ലിമിറ്റ് 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 16-24 ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് BA BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനും അതുപോലെ തന്നെ A ലെവൽ കോഴ്സ് ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇതിൽ നമുക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല. അടുത്ത 57-24 ഡൊമസ്റ്റിക് സയൻസ് ടീച്ചറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡൊമസ്റ്റിക് സയൻസോ അല്ലെങ്കിൽ ഹോം സയൻസോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് സയൻസിലോ അല്ലെങ്കിൽ ഹോം സയൻസിലോ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് B.Ed ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ വിത്ത് ഡൊമസ്റ്റിക് സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസിലുള്ള B.Ed ഉണ്ടായിരിക്കണം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് കഴിയാൻ പാടില്ല. 58-24 അടുത്തത്. ദെൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തിയറി ഡ്യൂറേഷനുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന 10ാം ക്ലാസ്സും ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ്സും ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് മോട്ടോർ സൈക്കിളിൻ്റെയും നമുക്ക് ലൈറ്റ് മോട്ടോർ കാറിൻ്റെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് കഴിയാൻ പാടില്ല.
ദെൻ 5924 അടുത്ത പോസ്റ്റ് കോഡ്, ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് വേണം, ഇംഗ്ലീഷിൽ 30 വേർഡ് പെർ മിനിറ്റുള്ള ടൈപ്പിംഗ് സ്പീഡ് വേണം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് +2 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. 60-24 അടുത്തത്. ദെൻ നിങ്ങൾക്ക് ജൂനിയർ ലബോറട്ടറി അനലിസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. 18-32 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 61-24 അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനർ ആണ്. ഇതിൽ നിങ്ങൾക്ക് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 3 ഇയർ എക്സ്പീരിയൻസ് വേണം കെമിക്കൽ അനലിസ്റ്റ് ആയിട്ട്. ഇനി അതല്ല നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി കെമിസ്ട്രി ആണെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ MSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രി ലെവൽ BSc ലെവലിൽ കെമിസ്ട്രി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, BSc കെമിസ്ട്രി കഴിഞ്ഞവരാണെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി MSc ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഫോറൻസിക് സയൻസോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർ BSc ലെവലിൽ കെമിസ്ട്രി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ അവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ 18-32 ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത 62-24 ആണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക, 2 ഇയർ എക്സ്പീരിയൻസ് വേണം. ഈ പറയുന്ന പോലീസിലുള്ള വെപ്പൺ അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ള വെപ്പണൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് വേണം 2 വർഷത്തെ കേട്ടോ. ഇവർക്ക് അപ്ലൈ ചെയ്യാൻ 18-27 ഏജ് ലിമിറ്റ്. അടുത്ത 63-24 ഇത് തീരുന്നില്ല, നമ്മൾക്ക് വളരെ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ പ്രോഗ്രാമർ, ദെൻ ഗ്രാജുവേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നമുക്ക് ജസ്റ്റ് ബിരുദം ഉണ്ടായിരിക്കുക, അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പറയുന്ന ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവണം കേട്ടോ. ഡാറ്റ എൻട്രി സ്പീഡ് ഉണ്ടായിരിക്കണം. 8000 key ഡിപ്രഷൻ പെർ അവറിലുള്ള ആ ഒരു സ്പീഡ് നമുക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. 64-24 അസിസ്റ്റന്റ് മാനേജറാണ് അക്കൗണ്ട്സ്. ഇതിൽ നിങ്ങൾക്ക് BCom ഹോണേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് വേണ്ട. 18-30 ഏജ് ലിമിറ്റ്. ദെൻ 65-24 അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് BCom മതി, 45% മാർക്ക്. കമ്പ്യൂട്ടർ നോളജ് വേണമെന്നുള്ളൂ. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് 66-24 പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളൂ ഡിഗ്രി ലെവലിൽ. ഓക്കെ, ഏത് വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നമ്മളൊരു സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് അതിൽ പഠിച്ചിരിക്കണം എന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ, ഡിക്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. 30 വയസ്സ് വരെയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. 67-24 പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹിന്ദിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന 100 വേർഡ് പെർ മിനിറ്റ് നമുക്ക് ആ ഷോർട്ട് ഹാൻഡ് സ്പീഡ്, ഒരു സ്റ്റെനോഗ്രഫി, ഹിന്ദിയിലുള്ള സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കമ്പ്യൂട്ടറിൽ ലിറ്ററേറ്റൊക്കെ ആയിരിക്കണം. അതായത് കമ്പ്യൂട്ടറിലൊക്കെ കംപ്ലീറ്റ് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് MS Word കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത നിങ്ങൾക്ക് 68-24 ജൂനിയർ എൻവയറമെൻറ്റൽ എഞ്ചിനീയർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എൻവയറമെൻറ്റിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഇൻ BA or BTech ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ആണെങ്കിൽ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഡിഗ്രി ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ 69-24 ഫാർമസിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് BPharm കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം 1948 ആക്ട് പ്രകാരം കേട്ടോ, ഫാർമസി ആക്ട് പ്രകാരം. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഡൽഹി ഫാർമസി കൗൺസിൽ നമ്മൾ 6 മന്ത് കൊണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 6 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അപ്പോൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിനടുത്തത് 27 കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. 70-24 ഫീൽഡ് ക്ലർക്കാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. പിന്നെ ടൈമിംഗ് സ്പീഡും വേണം എന്നുള്ളതാണ്. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. 71-24 ആർക്കിടെക്ചറൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കിടെക്ചറിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 21-30 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ 27-24 നിങ്ങൾക്ക് വാക്സിനേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് വിത്ത് ഈ പറയുന്ന സാനിറ്ററി ഇൻസ്പെക്ടറുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 18-32 ഏജ് ലിമിറ്റ്. ഓക്കെ, നമ്മൾ വളരെ ശ്വാസം വിടാതെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സ്, SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ ഒന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങൾക്ക് ഫ്രീ ആണ് ഇതിൽ. ഓക്കെ, ദെൻ നിങ്ങൾ SC/ST ആണോ ഫ്രീ ആണ്, ദെൻ PWD ആണോ ഫ്രീ ആണ്, ദെൻ എക്സ് സർവീസ്മാൻ ആണോ ഫ്രീ ആണ്. ഓക്കെ, എന്നാൽ ഈ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപ അപേക്ഷാ ഫീസ് ആയിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ട് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ സ്കീമും കൂടെ ഞാൻ പറയാൻ തന്നാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് കോഡ് ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്കീം. ഓക്കെ, എത്ര മാർക്കിനാണെന്നുള്ള കാര്യങ്ങളുണ്ട്. ദെൻ അടുത്ത് നിങ്ങൾക്ക് 2 tier ആയിട്ടും 1 tier ആയിട്ടൊക്കെ നടക്കുന്ന എക്സാമുകളാണ്. അത് ഓരോ ഡിപ്പെൻസ് ഓൺ ഓരോ ടൈപ്പ് പോസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതലുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിനൊക്കെ 2 tier എക്സാമിനേഷൻ ആണ്. അധിക പോസ്റ്റിനും 1 tier ആണ് കേട്ടോ, ഒറ്റ എക്സാം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാം.
ഇനി ബാക്കി ഇതിൽ പ്രധാനമായിട്ട് ജനറലായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ OBC കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. OBC കാൻഡിഡേറ്റ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിലേക്ക് OBC കാൻഡിഡേറ്റ്സ് ആയിട്ട് അവകാശപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ അപേക്ഷിക്കുന്നവരാണെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഡൽഹിക്ക് പുറത്ത് നിന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡൽഹിക്ക് പുറത്ത് നിന്ന് അപേക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, OBC ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം, ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യണം, അവർ അപ്ലൈ ചെയ്യണം. അവരൊരിക്കലും OBC ക്ലെയിം ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് OBC റിസർവേഷനോ കാര്യങ്ങളൊന്നും ലഭിക്കില്ല പുറത്തുള്ളവർക്ക്. അതിന് ഈ പറയുന്ന 1993 അങ്ങനെ എന്തോ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ മുൻപ് അവിടെ നമ്മുടെ ആരെങ്കിലും ഫാമിലീസ് ആരെങ്കിലും അവിടെ എന്താണ് ഡൽഹിയിൽ സെറ്റിലായി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അത് ഇഷ്യൂ ചെയ്ത് തരുള്ളൂ. അപ്പോൾ നമുക്ക് ആ റിസർവേഷനോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, OBC ഔട്ട്സൈഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആൻഡ് ദേ മസ്റ്റ് അപ്ലൈ ജനറൽ കാറ്റഗറി. ഇതാണ് ഞാൻ പറയുന്നത്, OBC-കാർ സത്യം. അപ്പോൾ നമുക്ക് ജനറൽ കാറ്റഗറി ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് വേറെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ OBC കാൻഡിഡേറ്റ്സ്. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷനോ പോസ്റ്റ് റിസർവേഷനോ ഒന്നും കിട്ടൂല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഔട്ട്സൈഡ് ആണെങ്കിൽ ഈ പറയുന്നത് കേട്ടോ, ഡൽഹിക്ക് പുറത്താണെങ്കിൽ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ പറയുന്ന 1993 മുൻപ് നമ്മുടെ ഫാമിലിയൊക്കെ ഡൽഹിയിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഇഷ്യൂ ചെയ്ത് തരുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളവിടെ ഞാനത് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, DSSBയിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഞാനത് കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറണ്ട് വാക്കൻസീസ് ആണ്. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന കുറേ വേക്കൻസികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക. ഇതിപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി നമ്മൾ പറയുന്ന എല്ലാ വേക്കൻസികളോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി വരാനുള്ളതുണ്ട് കുറേ. ഓക്കെ, വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് വീക്കിലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് ആക്റ്റീവ് ആയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരും, അപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇതാ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് NCT ഓഫ് ഡൽഹി എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് പ്രിൻ്റ് അഡ്മിറ്റ് കാർഡ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ടു സൈൻ ഇൻ എന്ന് കാണാം. അപ്പോൾ ക്ലിക്ക് ടു സൈൻ ഇൻ ചെയ്താൽ നമ്മൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ടു സൈൻ ഇൻ കൊടുത്താൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ, ദെൻ പാസിംഗ് ഇയർ, പാസ്വേഡ് ഇതൊക്കെ കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ മുകളിൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോം കാര്യങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, വെരിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യാം, കാരണം ഇതിൻ്റെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇപ്പം നമ്മുടെ കുട്ടികളുടെ നോയ്സ് വരുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഉള്ള പരിമിതികൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വീഡിയോസ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. കാരണം നമുക്ക് അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഈ പറയുന്ന PSC ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരിക. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ. NCERT ഒക്കെ കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ല പോസ്റ്റാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. അപ്പോൾ ഈ ഇത്തരം പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോസ് നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം കേട്ടോ. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കൂടുതൽ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.